ഡോക്ടർ എസ് കൃഷ്ണകുമാർ. എറണാകുളം കലൂർ LFC റോഡിൽ പാവക്കുളം അമ്പലത്തിന് സമീപമുള്ള ശ്രീകൃഷ്ണ ക്ലിനിക് ആൻഡ് ക്യാൻസർ റിസർച്ച്. ബ്രസ്റ്റ് ക്യാൻസർ വികസിത രാജ്യങ്ങളിലെ സ്ത്രീകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ വളരെ കുറവായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഏത് പ്രായത്തിലെ സ്ത്രീകളിലും ഇത് കാണപ്പെടാം. നെഞ്ചിൽ ഉണ്ടാകുന്ന വേദനയില്ലാത്ത കട്ടി അഥവാ മുഴയാണ് പ്രാരംഭ ലക്ഷണം. ചില കേസുകളിൽ മുഴയോടനുബന്ധിച്ച് മുലക്കണ്ണിൽ നിന്നും രക്തമോ നിറമില്ലാത്ത ഒരു ദ്രാവകമോ സ്ഥലം അമർത്തുമ്പോൾ ഉണ്ടായേക്കാം. രോഗം ആരംഭദിശയിൽ തന്നെ മറ്റു അവയവങ്ങളെയും ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് സ്തനപരിശോധനയിലൂടെയും CT സ്കാൻ, മാമോഗ്രഫി, CA 15.3 എന്നീ ടെസ്റ്റുകളിലൂടെയും നമുക്ക് ഡയഗ്നോസ് ചെയ്യുവാൻ സാധിക്കും. അടുത്തതായി സെർവൈക്കൽ കാർസിനോമ, അതായത് ഗർഭാശയ ക്യാൻസർ. ഗർഭാശയ ക്യാൻസർ അനാരോഗ്യകരമായ സാഹചര്യങ്ങളിൽ പ്രസവിക്കുന്ന സ്ത്രീകളിലും കൂടുതൽ തവണ പ്രസവിക്കുന്ന സ്ത്രീകളിലും കാണപ്പെടുന്ന ഒരു രോഗമാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വയറുവേദന, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ്, അതുപോലെ ഡിസ്ചാർജ് എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇത് ഗർഭപാത്ര പരിശോധനയിലൂടെയും CT സ്കാൻ ടെസ്റ്റ്, അതുപോലെ പാപ്സ്മിയർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അതിലൂടെയും ഒക്കെ നമുക്ക് ഈ രോഗം ഡയഗ്നോസ് ചെയ്യുവാൻ സാധിക്കും. അടുത്തതായി സർജറി ചികിത്സയാണ്. അർബുദ ബാധിത കോശങ്ങളെ മുഴുവനായും മുറിച്ച് നീക്കം ചെയ്യുന്നു. ഉദാഹരണത്തിന് ക്യാൻസർ ബ്രസ്റ്റ്. ഈ ക്യാൻസർ ബ്രസ്റ്റ് എന്ന് പറയുന്ന രോഗത്തിൽ റാഡിക്കൽ മാസ്റ്റെക്ടമി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് നടത്തുന്നത്. ആ ഓപ്പറേഷനോട് തന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുകയും അതോടൊപ്പം അവിടെയുള്ള ലിംഫ് ഗ്രന്ഥികൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ക്യാൻസറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഒന്ന് വിശദീകരിക്കാമോ? ക്യാൻസറിന് നിരവധി കാരണങ്ങളാണ് ഉള്ളത്. ആദ്യമായി ഫ്രിക്ഷൻ ആൻഡ് ഇറിറ്റേഷൻ, അതായത് ശരീരകോശങ്ങൾക്ക് സംഭവിക്കുന്ന നിരന്തരമായ ഉദ്ദീപനമോ പരിക്കേൽക്കലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ വെറ്റില മുറുക്ക്, സിഗരറ്റ് സ്മോക്കിംഗ്, അങ്ങനെ പുകവലിക്കുന്നവരിലും വെറ്റില മുറുക്കുന്നവരിലും വായ, തൊണ്ട, അന്നനാളം, ശ്വാസകോശങ്ങൾ എന്നീ ഭാഗങ്ങളിലെ നിരന്തരമായ ഉദ്ദീപനം ഉണ്ടാകുന്ന നിമിത്തം ഈ ഭാഗങ്ങളിലെ DNA മോളിക്യൂൾസിനും അവയുടെ TSG ആയ P53 ജീനുകളും കേടാകുന്നു. അങ്ങനെ അവിടെ ക്യാൻസർ വളരുവാൻ ഇടയാകുന്നു. രണ്ടാമത്തെ കാരണം പറയുമ്പോൾ എക്സ്റേ രശ്മികൾ, റേഡിയേഷൻ, അൾട്രാവയലറ്റ് രശ്മികൾ എന്നിങ്ങനെയുള്ള ഇവയ്ക്കൊക്കെ സെല്ലുകളെ ഡാമേജ് ആക്കുവാൻ സാധിക്കും. മൂന്നാമതായി വാഹനങ്ങൾ ഓടുമ്പോൾ അതിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുക, അത് ശ്വസിക്കുന്ന മൂലവും ഫാക്ടറികളിൽ നിന്ന് വരുന്ന പുക നിരന്തരമായി ശ്വസിക്കുന്ന മൂലവും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ കാരണം പറയുകയാണെങ്കിൽ ചിലതരം DNA വൈറസുകൾ നിമിത്തം, അതായത് സ്ത്രീകൾക്ക് ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ, സെർവൈക്കൽ കാർസിനോമ എന്ന് നമ്മളതിനെ പറയുന്നു. അതിനകത്ത് HPV16, HPV18 എന്നീ ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾക്ക് വളരെ ശക്തമായ പങ്കുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അഞ്ചാമതായിട്ടുള്ള കാരണം കൊഴുപ്പ് കൂടിയിട്ടുള്ള ആഹാരം, പ്രത്യേകിച്ചും മാംസാഹാരങ്ങളുടെ നിരന്തരമായ ഉപയോഗം. അത് മാത്രമല്ല, അലുമിനിയം പാത്രങ്ങളിൽ പാകപ്പെടുത്തുന്ന ആഹാരത്തിന്റെ നിരന്തരമായ ഉപയോഗം കുടലിലെ കോളോറെക്ടൽ ക്യാൻസർ, അതായത് മലദ്വാരത്തിലും കുടലിലും ഉണ്ടാകുന്ന ക്യാൻസറാണ്, ഇതിന് കാരണമാകുന്നുണ്ട്. ആറാമതായി ചിലതരം രാസവസ്തുക്കളുടെ നിരന്തരമായ സമ്പർക്കം. ബെൻസോൾ പ്ലാന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്കൊക്കെ ഈ ലുക്കീമിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് രാസവസ്തുക്കളുടെ നിരന്തരമായിട്ടുള്ള ഉപയോഗം മൂലമാണ്, അല്ലെങ്കിൽ അതുപോലുള്ള സമ്പർക്കം കൊണ്ടാണ് ഇത്തരം ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. അടുത്തതായി പാരമ്പര്യത്തിലൂടെ കിട്ടുന്നവ, അതായത് ഹെറിഡിറ്ററി. പുതിയ റിസർച്ച് കൺസെപ്റ്റ് അനുസരിച്ച് ജീൻസുകളിൽ പാരമ്പര്യമായി സംഭവിക്കുന്ന മുട്ടേഷനോ ഡാമേജ് ആയ DNA മോളിക്യൂളുകളോ അവയിലെ TSGയോ കാരണമാകാമെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നു. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.